ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഷെവർലെറ്റ് ബീറ്റ് ഡീസലാണ് വണ്ടി. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല രീതിയിലുള്ള ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, ഒരു എന്നുള്ള ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. അതപ്പോൾ എന്താണെന്ന് നോക്കാം, എന്തിന് കംപ്ലൈന്റ് ആണെന്ന് അത് നമുക്ക് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നുള്ള ഒരു സൗണ്ടാണ്. നമുക്കിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടേക്കാണ്. ഇപ്പോൾ ഈ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. എന്നുള്ള ആ ഒരു സൗണ്ട്. നമ്മൾ ഈ വാട്ടർ പമ്പിന്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത് വാട്ടർ പമ്പ് ഒരു കുളഞ്ഞു തിരിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ പൊളഞ്ഞാണ് ഈ വാട്ടർ പമ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ വാട്ടർ പമ്പിന്റെ ബെയറിംഗ് പോയതാണ് ഇതിന്റെ ആ കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇടാൻ പറ്റില്ല. ഓക്കെ നമ്മൾ അധികം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ബെൽറ്റ് ചാടിയിട്ട് ബെൽറ്റും പൊട്ടും, അതുപോലെ തന്നെ അകത്തുനിന്ന് ഡാമേജ് ആയിട്ട് കോറൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ വാട്ടർ പമ്പ് ഇളക്കിയെടുക്കാം. വാട്ടർ പമ്പ് ഇളക്കിയെടുക്കാനായിട്ട് ഇതിന് ബെൽറ്റ് നമുക്ക് അയച്ചു വിടണം. ബെൽറ്റ് അയച്ചു വിട്ടിട്ട് ഇതിനകത്ത് ഈ സൈഡിൽ കാണുന്ന ചുറ്റുബോൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചെടുക്കണം. ഈ സൈഡിലാണ് അതിന്റെ വാട്ടർ പമ്പിന്റെ ചുറ്റുബോൾട്ട് വരുന്നത്. ആ കാണുന്ന 10-ന്റെ ബോൾട്ടാണ് ഇതിന്റെ വാട്ടർ പമ്പിന്റെ ചുറ്റുബോൾട്ട് വരുന്നത്. ആ ചുറ്റുബോൾട്ട് അയച്ച് ബെൽറ്റ് അയച്ചു വിട്ട് നമുക്ക് വാട്ടർ പമ്പ് വെളിയിലെടുക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ വാട്ടർ പമ്പ് അഴിച്ച് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇതിന്റെ വാട്ടർ പമ്പ് അഴിക്കാനായിട്ട് ഒരു ശകലം പാടാണ്. നമ്മളിപ്പോൾ അഴിച്ച് വെളിയിൽ വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വാട്ടർ പമ്പിന്റെ കണ്ടീഷൻ നോക്കാം. ഇതാണ് ഇതിന്റെ പഴയ വാട്ടർ പമ്പ്. അപ്പോൾ ഇതിന്റെ സൗണ്ട് നമുക്ക് കറക്കുമ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും. ഈ ലോഡ് വരുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള സൗണ്ട് വരുന്നത്. അല്ലാതെ കൈകൊണ്ട് കറക്കുമ്പോൾ തന്നെ നമുക്ക് ആ സൗണ്ട് കേൾക്കാം. ഈ ഒരു സൗണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേൾക്കുന്നത്. മീൻസ് ബെൽറ്റിന്റെ ലോഡ് വരുമ്പോഴത്തേക്ക് ഒരു സൈഡിലോട്ട് ചരിയാൻ തുടങ്ങും. ഇതിന്റെ പ്ലേ നോക്കിയാൽ മനസ്സിലാവും. നല്ല രീതിയിലുള്ള പ്ലേ ഉണ്ട്. അപ്പോൾ ബെൽറ്റിന് ലോഡ് വരുമ്പോൾ സൈഡിലോട്ട് ചരിയുമ്പോഴത്തേക്ക് ബെയർ ജാമായിട്ട് നല്ല രീതിയിൽ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ആ ഒരു ചെറിയ സൗണ്ടായിട്ട് മാത്രം ഫീൽ ചെയ്യുന്നത്. എന്നാലും നമുക്ക് ആ സൗണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ പുതിയ വാട്ടർ പമ്പ്. കറക്കി നോക്കിയിരുന്ന ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ വാട്ടർ പമ്പിന്റെ ഓറിംഗ് ആണ്, ഈ സൈഡിൽ വരുന്ന ഓറിംഗ് ആണ് ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വാട്ടർ പമ്പ് ഫിറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വാട്ടർ പമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ കൂളന്റും ഒഴിച്ചിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ പുള്ളി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു പൊളച്ചിലോ കാര്യങ്ങളോ ഒന്നും ഈ പുള്ളിക്കില്ല. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ പുള്ളി പോകുന്നത്. ഇപ്പോൾ ആ നേരത്തെ കേട്ട ആ ഒരു എഞ്ചിന്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി നമുക്ക് കുറച്ചു നേരം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് കൂളന്റ് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് വേറെ കൂളന്റ് ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ആ പുള്ളി കറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരേപോലെ തന്നെയാണ് ആ പുള്ളി കറങ്ങുന്നത്. നേരത്തെ നമ്മൾ ആ പുള്ളിയിൽ നോക്കുമ്പോൾ വെട്ടി തിരിയുന്ന പോലുള്ള ഒരു ഫീലായിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നേരത്തെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാട്ടർ പമ്പിന്റെ ആ പുള്ളി ഇങ്ങനെ വെട്ടി തിരിയുന്ന പോലായിരുന്നു ആ ഫീല് കിട്ടുന്നത്. അപ്പോൾ ആ സൗണ്ട് നല്ല രീതിയിൽ ഒരു വല്ലാത്ത നല്ല ഹമ്മിങ് നോയ്സ് പോലുള്ള ഒരു സൗണ്ട്, അതിന്റെ ഇടയ്ക്കൊരു ബെയറിംഗ് സൗണ്ട് നല്ല രീതിയിൽ വെട്ടി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാറിയത് ഇതിന്റെ വാട്ടർ പമ്പാണ്. വാട്ടർ പമ്പ് കറക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് നമുക്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ വാട്ടർ പമ്പ് തിരിയുന്ന പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയാണ് തിരിയുന്നത്. അപ്പോൾ ബെൽറ്റൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൈകൊണ്ട് കറക്കുന്നതിനെക്കാട്ടിൽ സൗണ്ട് ബെൽറ്റൂടെ ലോഡ് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള സൗണ്ട് കേൾക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സൗണ്ട് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വാട്ടർ പമ്പ് മാറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൂളന്റ് ലീക്കാവും, ബെയറിംഗ് ഡാമേജ് ആയിട്ട് കൂളന്റ് ലീക്കായിട്ട് വണ്ടി ഓവർ ഹീറ്റ് ആയിട്ട് വഴി നിൽക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എഞ്ചിൻ പണി വരെ അത് ആ ഒരു എഞ്ചിൻ പണിയിലേക്ക് വരെ അത് പോയെന്ന് വരാം. അപ്പോൾ ഷെവർലെറ്റ് ബീറ്റിന്റെ ആ എഞ്ചിൻ സൗണ്ട് അല്ലെങ്കിൽ വാട്ടർ പമ്പിന്റെ സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.